ഈ ഒരു മാംഗോ സീസണിൽ ഇത്രയും ടേസ്റ്റുള്ള ഒരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ ഇഷ്ടമില്ലാത്ത ആരാന്നല്ലേ. അപ്പോൾ പഴുത്ത മാങ്ങ വെച്ചിട്ട് നമുക്കിന്ന് നല്ലൊരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. ലുക്ക് പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാ നല്ല ഞാൻ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അൽഫോൺസ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടില്ലേ. ഈ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡാണ്. അപ്പോൾ സൈഡൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രത്തിലോട്ട് ഇത് ഫസ്റ്റ് ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബ്രെഡൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൽക്കി മെയ്ഡ് ഒഴിച്ചിട്ട് നല്ലേക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് സോഫ്റ്റ് ആവുന്ന രീതിയിൽ എല്ലായിടത്തേക്കും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പാലിൻ്റെ മിക്സിലോട്ട് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ മിൽക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ബ്രെഡിന് പകരം വാനില സ്പഞ്ച് കേക്കില്ലേ, അതും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെഡിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടില്ലേ. പിന്നെ രണ്ടാമത്തെ ലെയറായിട്ട് പഴുത്ത മാങ്ങയും കുറച്ച് പഞ്ചസാരയും പിന്നെ 2-3 സ്പൂണ് പാൽപ്പൊടി ഇട്ടിട്ട് നല്ല ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ, ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ടാണ്. ഇത് വന്നിട്ട് നമുക്ക് ബ്രെഡിൻ്റെ മേലെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ മൂന്നാമത്തെ ലെയറായിട്ട് കുനാഫ സേമിയാണ് ഞാൻ എടുത്തിട്ടില്ലേ, നല്ല നേരിയ സേമിയം. കുനാഫ ഡോ ഉണ്ടെങ്കിൽ ഇനങ്കാട്ടിയും ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ഇതാ ഞാൻ ഈ ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബട്ടർ വേണമെങ്കിൽ ഇട്ടിട്ട് അങ്ങനെയും ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ, ആ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സേമിയ ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, വേണമെന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാം, ആ ഒരു ലെയർ സ്കിപ്പ് ചെയ്തിട്ട്. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമും മിൽക്കി മെയ്ഡും നല്ലേക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നാലാമത്തെ ലെയറിന് വേണ്ടിയിട്ടാണ്. നല്ലേക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കണേ. ഞാനിത് ഉണ്ടാക്കുമ്പം സൈലബാനിലെ മാംഗോൻ്റെ ഒരു ലബാനില്ലേ, ആ ഒരു രീതിയിൽ ആ ഒരു ലുക്കും ഏകദേശം ആ ഒരു ടേസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയാലോ എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടില്ലേ. ലുക്ക് വൈസ് അതേപോലെ തന്നെയാണ്, ടേസ്റ്റും കുഴപ്പമൊന്നുമില്ല. ഒരു മാംഗോൻ്റെ ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സേമിയ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സേമിയ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്താൽ മതിയെന്ന്. പക്ഷേ ലുക്കിൽ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ സേമിയ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോ കേട്ടോ. എന്നിട്ട് ഇതാ നല്ല പഴുത്ത മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ശരിക്കും ആ ഒരു നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ലുക്ക് തന്നെ കിട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മിൽക്കി മെയ്ഡ് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡിൻ്റെ പകരം നമുക്ക് വാനില സ്പഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.